എന്തൊക്കെയോ തിന്മകൾ നമ്മളെ ബാധിച്ചു കൊണ്ടിരുന്നിട്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഒക്കെ മറ്റ് പല അധികാരങ്ങളും കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടും അതിൻ്റെ ചൂടറിയാനായിട്ട് നമുക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. എൻ്റെ മൗനല്ലേ അത് ചെയ്യില്ല, എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഭാരം തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കല്യാണത്തിനും പെരുന്നാളിനും ഈസ്റ്ററിനും ക്രിസ്മസിനും ഓണത്തിനൊക്കെ ഇങ്ങനെ കുടിച്ചു വരുന്ന മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അമ്മമാരൊക്കെ പറയുന്നുണ്ട്, വല്ലപ്പോഴും അല്ലേ, ഇങ്ങനെയുള്ള സമയത്തല്ലേ അവർ കുടിക്കുന്നുള്ളൂ. ജീവിതം കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തകർന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിനല്ലാതെ മറ്റെന്തിനൊക്കെയോ നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ അടിമപ്പെടുത്തിയ നമ്മുടെ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവുമെന്നാണോ കരുതണേ? കർത്താവെ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഒന്നാമത്തെ വായനയിൽ അപ്പസ്തോലൻ തെസ്സലോനിക്കക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ക്രിസ്തുവിൻ്റെ നമ്മുടെ മേലുള്ള അധികാരം അതാണ്. അവൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്തിട്ടുള്ള അധികാരമാണത്. അവൻ നമുക്ക് വേണ്ടി മരിച്ച സ്നേഹത്തിൻ്റെ അധികാരമാണത്, നമ്മളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ധകാരത്തിൻ്റെ അല്ല, പ്രകാശത്തിൻ്റെ പുത്രന്മാരാണ്. അങ്ങനെ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കേണ്ട മനുഷ്യർ, കർത്താവെ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ തന്നെ ഏതൊക്കെയോ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് വേണമെന്നേ നിരന്തരമായിട്ട് മുട്ടിന്മേൽ നിന്ന് കരം കൂപ്പി അല്ലെങ്കിൽ കൈകൾ നിവർത്തി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെയൊക്കെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ചില തിന്മകളിൽ നിന്ന്, അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്കൊന്ന് സ്വതന്ത്രരാകണ്ടേ?